ഉറങ്ങിയത് മതി, നമുക്ക് പോവണ്ടേ? എവിടേക്ക്? പെണ്ണ് കാണാൻ. ഓ, ഇന്നും പെണ്ണ് കാണല്ലോ. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. അമ്മ, ഇത് മാമൻ. മോളെ കണ്ടില്ലല്ലോ. മോളെ രാധേ. നമ്മളെ തിന്നാനല്ല വന്നത്, പെണ്ണ് കാണാനാണ്. ഇവർ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളിത് കഴിക്കാതിരുന്നാൽ അതിൻ്റെ നാണക്കേട് നിനക്കല്ലേ. എന്നെ നാണം കെടുത്തല്ലേടാ. ആ, ശ്രമിക്കാം. ഈ മുരിക്ക് ഇവിടെ ഉണ്ടാക്കിയാണ്? അല്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. അതാണല്ലോ എത്ര ടേസ്റ്റ്. ചെക്കനും പെണ്ണും സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അതെന്താ, ആയിക്കോട്ടെ. അമ്മേ, ഒന്ന് അനുഗ്രഹിക്കണം. എന്താ മോനെ, മോളെ ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. അമ്മേ, നമുക്ക് പോകാം. ശരി ട്ടോ. പോവാം. അവളെ കിട്ടിയാൽ എൻ്റെ ജീവിതം തീർന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി മതി എനിക്ക്. അമ്മയുടെ വാക്ക് കേട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴേ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആവുന്നു. എൻ്റെ ദൈവമേ, എന്തൊരു പെണ്ണായത്. കാണാൻ വരുമ്പോൾ തന്നെ ചെക്കനോട് ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെ പറയുമോ? ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇങ്ങനെയാ. സൗന്ദര്യം പോകുമെന്നോർത്ത് അമ്മയാവാൻ മടി. ഈ പെണ്ണ് കാണാൻ പരിപാടി അങ്ങ് നിർത്തി. മനസ്സിനിണങ്ങിയ അവളെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. എന്താ ബ്രോ, രാവിലെ തന്നെ തുടങ്ങിയോ? ക്യൂ നിൽക്കാൻ മടിയാണോ? ഞാൻ വാങ്ങിത്തരണോ? അയ്യോ വേണ്ടേ. കല്യാണായാൽ അറിയിക്കണേ. അറിയിക്കാം. എന്താ എവിടെ? എന്നെ മറന്നോ? ഓർമ്മയുണ്ട്. എന്താ ഇവിടെ? ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാ. എന്നാ ശരി, ബൈ. പാർട്ടിയും ക്ലബും തന്നെ. എന്തൊരു പെണ്ണായത്. അമ്മ പറഞ്ഞ പോലെ തന്നെ ദേവി തന്നെയാണ് അവൾ. പക്ഷേ സ്വഭാവം ഇതല്ലേ, എന്താ ചെയ്യാ? ഇവള് കാണുന്നത് പോലെയല്ല, ഇവള് ഭയങ്കര പുള്ളിയാ. പോട്രാ. ദൈവമേ, എവിടെ ചെന്നാലും ഇവളുണ്ടല്ലോ. ഏതായി കൊച്ചേ? ഇതെന്റെ മോളാ. ഒരു കുഞ്ഞുള്ള എവിടെയാണോ അമ്മ എനിക്കായി കണ്ടെത്തിയത്? ഏതെങ്കിലും രഹസ്യബന്ധത്തിലുള്ള കുഞ്ഞായിരിക്കും. അതുകൊണ്ടാവും 5 വർഷത്തേക്ക് കല്യാണം വേണ്ടെന്ന് വെച്ചത്. ഉണ്ണിയേട്ടാ,
അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് നടന്ന് സംസാരിക്കാം. 3 മാസം മുൻപ് ഒരു ട്രെയിൻ യാത്രയിലാണ് ഞാൻ ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. കുഞ്ഞിനെ കുറച്ചുപേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഇവളെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിന്ന് അനാഥാലയത്തിൽ എത്തിച്ചത് ഞാനാണ്. പിന്നീട് ഇവൾ എന്നെ അമ്മേ എന്നാണ് വിളിച്ചത്. എനിക്കത് തിരുത്താൻ തോന്നിയില്ല. അന്നു മുതൽ ഞാൻ ഇവളുടെ അമ്മയായി. കാണാൻ തോന്നിയാൽ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരും, ഇവളുടെ അമ്മയാവാൻ. ഞാനൊരു കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ചാൽ ഇവൾക്ക് അമ്മയില്ലാതാവും. ഇവളും മറ്റു കുട്ടികളെ പോലെ അനാഥയാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത്. എന്താ പേര് പറഞ്ഞ്? രാധ. എന്നെ ഇഷ്ടമായോ? ഒന്നും വിചാരിക്കരുത്. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഒരു 5 വർഷം കഴിയട്ടെ, അതിനുശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. ഏട്ടൻ വീട്ടുകാരോട് പറയോ? ഏയ് ഇല്ല. എന്നാ ശരി, കാണാം. അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നി തുടങ്ങി, ഇവൾ കാവലി ദേവി തന്നെ. ദേവി. ദേവിയോ? ഞാൻ രാധയാ. അത് തന്നെയാ വിളിച്ചത്. അതെ, ഈ 5 വർഷം എന്നുള്ളത് 3 ആക്കി കുറയ്ക്കാൻ പറ്റുമോ? എന്തിനാ? ഈ 5 വർഷം പറയുമ്പോൾ കൂടിപ്പോയില്ലേ? നമുക്ക് 3 വർഷം മതി തന്നെ. അതെ, ഈ 3 എന്നുള്ളത് 2 വർഷമാക്കിയാലോ? എൻ്റെ ദൈവമേ, എന്തൊരു പെണ്ണായത്! ദേവി പോലെ അല്ല, ദേവി തന്നെ.